അതെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവരൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? സാറേ, അത് എന്തെങ്കിലും നടപടി ഉണ്ടാകണമെങ്കിൽ അത് രാവിലെ ഉണ്ടാവും. സാറ് രാത്രി തിരിച്ചു വരുമ്പോ ഇവരെ കണ്ട പ്രശ്നമാവും. താൻ ഇവരെ പറഞ്ഞുവിടാൻ നോക്ക്. ശരി സാർ. സാർ, നന്ദിനി ഉറങ്ങിയിട്ടില്ല, അവിടെ സെല്ലിലിരിപ്പുണ്ട്. എന്താ സാർ പറഞ്ഞത്? അല്ല, നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. അച്ഛനൊരു കാര്യം ചെയ്യും, ഇവരെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇതിനകത്തിരിക്കുന്നതിനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, ഇറങ്ങി റോഡിൽ ചെന്നിരിക്കാമല്ലോ. അല്ല, നമ്മളെല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത് കണ്ട് SIക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നിയാ അയാളത് തീർക്കുന്നത് നന്ദിനോടായിരിക്കും. ഞാനിവിടെ ഉണ്ടല്ലോ, അതുപോലെ. പോകാൻ തോന്നുന്നില്ല മോനെ. അവളെ ഈ അവസ്ഥയിൽ ഇവിടെ ഇരുത്തിയിട്ട് പോകാൻ പറ്റുമോ? പോയാൽ തന്നെ ഉറങ്ങാൻ പറ്റുമോ? മനസ്സമാധാനായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ? മുത്തശ്ശി, ഇപ്പൊ നമ്മളിത് സഹിച്ചേ പറ്റൂ. ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ട്, അച്ഛൻ പെട്ടെന്ന് വരും. അച്ഛൻ വന്നതിന് ശേഷം നമുക്ക് അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാം. ഏത് രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് തീരുമാനിക്കാം. അതുവരെ മറ്റൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എങ്കിൽ വാ അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ. ചേട്ടാ, ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അതോ ഇന്നലെ കാവിന്ന് പോയ പോലെ? ഇല്ല മോളെ, ഏട്ടൻ എങ്ങോട്ടും പോവില്ല. ഏട്ടൻ പറഞ്ഞില്ലേ, കാവി നേരത്ത് അങ്ങനെ പോവാൻ തോന്നിയതിനെ ശപിച്ചുകൊണ്ടിരിക്കുക ഞാൻ. നിന്റെ ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. ഏട്ടൻ ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ കൂടെ ചെല്ല്. അല്ല, ചെല്ല് മുത്തശ്ശി. വാ അമ്മേ. പോയി കുറച്ചേരം കിടന്നു. വേണ്ട അച്ഛാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഞാനാ ചേച്ചിയോട് അയാളുടെ കാര്യം പറഞ്ഞത് പറയണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട മോളെ. പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരവളെ അതിലും കൂടുതൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? പാവം നന്ദിനി മോളും, എന്തൊരു ജീവിതോ. ഇനിയിപ്പോ കാര്യങ്ങൾ അറിഞ്ഞ് സൂര്യമോന്റെ അമ്മ കൂടി എത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് സംഭവിക്കാനാമേ? തലേന്ന് ഒഴിവാക്കാൻ ഒരു കാര്യം അന്വേഷിച്ച് നടക്കുക അവരത് ഉപയോഗിക്കും, അത്ര തന്നെ. യതീന്ദ്ര സാർ വരുമെന്ന് പറഞ്ഞത് സത്യമാണോ? സാറാണ് വരുന്നെങ്കിൽ സാറിന് നമ്മുടെ കണ്ണീരെങ്കിലും മനസ്സിലാവും. അത്രയ്ക്കൊക്കെ ഭാഗ്യം നമുക്കുണ്ടോന്ന് ആർക്കറിയാം. നീ സാറിനെ ഒന്ന് വിളിച്ചു നോക്കൂ. വേണ്ടമ്മേ, വിവരം സാർ അറിഞ്ഞിട്ടുണ്ടല്ലോ. വരികയാണെങ്കിൽ വരട്ടെ, നമ്മളായിട്ട് നിർബന്ധിക്കാൻ നിൽക്കണ്ട. താന്നിയൂരമ്മയോട് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുണ്ടല്ലോ. അമ്മ എന്താ വിധിച്ചിരിക്കുന്നതെന്ന് വെച്ചാ അതുപോലെ നടക്കട്ടെ. അവര് രണ്ടുപേരുടെ ഒന്നിച്ചുള്ള ജീവിതം കണ്ട് ഒന്ന് മനസ്സ് സന്തോഷിച്ചതാ. അത് തീരും മുമ്പേ ഇങ്ങനെ പരീക്ഷിക്കണമായിരുന്നു എന്റെ ദേവി. എന്റെ ദേവി.
ഹലോ കാർത്തികേയ. പത്മേടത്തി, സന്തോഷിക്കാനൊരു വകയുണ്ട്. ഞാൻ പത്മേടത്തിയോട് പറഞ്ഞതുപോലെ നമുക്കാർക്കും ഒരു പേര് ദോഷവും വരാത്ത രീതിയിൽ അവള് കൃത്യമായിട്ട് കുടുക്കി വന്ന് ചാടി. ശ്ശേ. ഈ നാട്ടിൽ നിന്നും പത്മേടത്തിയുടെ മകൻ തനിച്ചേ തിരിച്ചു വരൂ. കൂടെ ആ വേലക്കാരി ഉണ്ടാവില്ല. കാർത്തികേയ, താൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. സത്യമാണോ ഇതെല്ലാം? ഏടത്തി ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ വന്ന് നേരിൽ തന്നെ ആ കാഴ്ച കാണ്. ഞാൻ വരാം. എനിക്ക് അവളെ ഒന്ന് കാണണം. സത്യം പറഞ്ഞ ആ പയ്യന്റെ നില ക്രിട്ടിക്കലാ. ആശുപത്രി കിടന്നവൻ ചത്ത പിന്നെ ജീവപര്യന്തം കഴിഞ്ഞ് അവൾ പുറത്തു വരൂ. ആ ഇനി അഥവാ അതില്ലെങ്കിലും കൃത്യമായി വകുപ്പുകൾ എഴുതി ചേർക്കാൻ SI തീരുമാനിച്ചിട്ടുണ്ട്. ശ്ശേ. അയാൾക്കുണ്ട് അവളോട് ചില പഴയ കണക്കുകൾ. കാർത്തികേയ, സൂര്യ ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഇടപെടാനും ബഹളം വെക്കാനും സാധ്യതയുണ്ട്. അവനൊന്നും സംഭവിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഏടത്തി. ഏടത്തി എപ്പോ എത്തും? ഞാൻ ദാ ഇപ്പൊ ഇറങ്ങും. ശോ, ഇതിനേക്കാൾ സന്തോഷമുള്ളൊരു വാർത്ത എനിക്ക് കേൾക്കാനില്ല. എന്റെ മകന്റെ വിവാഹ നിമിഷം മുതൽ ഈ സമയം വരെ എല്ലാത്തിനും ഞാൻ തോറ്റതിനും തല കുനിച്ചതിനുമൊക്കെ എനിക്ക് തലയുയർത്തി നിൽക്കണം. അവളുടെ ആ വേലക്കാരുടെ മുന്നിൽ ചെന്നിട്ട് അവളോട് എനിക്ക് പറയണം, പത്മയുടെ ശത്രുവായി വരുന്നവരുടെ ഗതി ഇതാണെന്ന്. മൂർത്തി സാർ വേണ്ടപ്പെട്ടവനാ പത്മേടത്തി. പക്ഷേ ഇപ്പൊ മൂർത്തി സാറിന്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല. ആ ചെറുക്കൻ ചാവുന്നെങ്കിൽ ചത്തോട്ടെ. എന്നാലും എനിക്ക് പ്രധാനം ഏടത്തിയുടെ അഭിമാനമാണ്. താങ്ക് യു കാർത്തിക. ഞാൻ പെട്ടെന്ന് തന്നെ വരാമേ. ആ ശരി. എന്താ ഇവിടുത്തെ അവസ്ഥ? ആ പയ്യൻ ക്രിട്ടിക്കല്ല. ഇവിടെ അതിന്റെ തിക്കും തിരക്കുവാ. എന്നെ ആരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ആർക്കും മുഖം കൊടുക്കണ്ട. കിടന്ന കിടപ്പ് കിടന്നാ മതി. കാർത്തികേയ, സത്യത്തിൽ ഞാൻ എന്തിനാ ഇവിടെ കിടക്കുന്നേ? മൂർത്തി സാറിന്റെ മകൻ കുഴപ്പം കാണിച്ചിട്ടുണ്ടെന്ന് ചിലപ്പോ മറ്റുള്ളവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവക്ക് വക്കാലത്ത് പറയാൻ ആളും ഉണ്ടാവും. മൂർത്തി സാറിന്റെ മകൻ രക്ഷപ്പെടുകയും നന്ദിനിയുടെ ഭാഗം പറയാൻ ആളുണ്ടാവുകയും ചെയ്താൽ ഇപ്പോഴത്തെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ്. അവൾ ഈസി ആയിട്ടങ്ങ് രക്ഷപ്പെടും. അത് പാടില്ല. അത് പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് താനാ. അതിനൊരു കാര്യം നമുക്ക് ഉറപ്പ് മതി. ICU കിടക്കുന്ന മൂർത്തി സാറിന്റെ മകൻ ചാവണം. ഡോക്ടർമാർ അവനെ രക്ഷിച്ചെടുത്താൽ പോലും അവൻ ചാവുമെന്ന് നമുക്കുറപ്പ് വേണം. അതിനാ തന്നോട് അവിടെ അഡ്മിറ്റ് ആവണമെന്ന് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? അതാടോ ഞാൻ പറഞ്ഞത്, കൊല്ലണം. അവസരം നോക്കി ആരുമില്ലാന്ന് ഉറപ്പുവരുത്തി കൊല്ലണം.